പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്കിന്ന് കർത്താവിനോട് എഴുന്നേൽക്കുമെന്ന് തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് എൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വിധിക്കാനും കുറ്റം പറയാനും ദുഷിച്ച് സംസാരിക്കാനും എന്നെ അനുവദിക്കരുതേ. കാരണം കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണ് മറ്റുള്ളവരെ വിധിക്കുക, കുറ്റം പറയുക, ദുഷിച്ച് സംസാരിക്കുക, പരദൂഷണം പറയുക, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് അവരെ സമൂഹത്തിൽ അവരെ മോശമാക്കി ചിത്രീകരിക്കുക. ഇത് കർത്താവിന് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് കർത്താവ് അതിന് ഇരട്ടിയായിട്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ഇരട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം, റോമർ ചാപ്റ്റർ 2:1. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ. ഈശോയെ, ഐ ലവ് യു ജീസസ്. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ സ്നേഹിക്കുകയാണ്. നല്ലത് ചിന്തിക്കാൻ, അങ്ങനെ ഇന്ന് ചിന്തിച്ച് ആ ഒരു പ്രാർത്ഥനയും നിങ്ങളെടുത്തു. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും പീഡകളും പ്രാർത്ഥനകളും കടബാധ്യതകളും എല്ലാം കർത്താവ് ഇന്ന് സ്വീകരിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.